ISROയിലോട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് വേക്കൻസികളാണുള്ളത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, വെൽഡർ, അതുപോലെ ഇലക്ട്രോണിക് മെക്കാനിക്, ടർണർ, അതുപോലുള്ള വേക്കൻസികളാണുള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് മെക്കാനിക്കൽ ആണെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ബാംഗ്ലൂരാണ് വേക്കൻസി. ബാംഗ്ലൂരുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരമുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ആകുമ്പോൾ അതുപോലെ തന്നെ സെയിം 3 ഇയർ ഡിപ്ലോമ, 3 വർഷത്തെ ഡിപ്ലോമയും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പാസ്സായവർക്ക് അതിൽ അപേക്ഷിക്കാം. ബാംഗ്ലൂർ ഒരു വേക്കൻസിയാണ് ഉള്ളത്. പിന്നെ വരുന്നത് വെൽഡർ തിരുവനന്തപുരത്താണ് വേക്കൻസി ഉള്ളത്. ഒരൊറ്റ വേക്കൻസി ഉള്ളൂ. SSLC, അതുപോലെ SSLC പ്ലസ് ITIയോ അല്ല NTCയോ NICയോ ഉള്ളവർ, അതായത് NCVTൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അതിൽ അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെക്കാനിക് തിരുവനന്തപുരമാണുള്ളത്, 2 വേക്കൻസി. അതും സെയിം SSLC പാസ് പ്ലസ് ITI ഓർ NTC NIC NCVT അപ്രൂവലോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. പിന്നെ ടർണറാണുള്ളത്. ടർണറും തിരുവനന്തപുരം തന്നെയാണ് വേക്കൻസി ഉള്ളത്. SSLC പ്ലസ് ITI, അത് ടർണർ ട്രേഡിലുള്ള NCVT അപ്രൂവലോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ വരുന്നത് മെക്കാനിക്, ഓട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അതിലും തിരുവനന്തപുരമാണ് വേക്കൻസി വരുന്നത്. അതിൽ SSLC പാസ്സാവണം, അതുപോലെ പ്ലസ് ITI തന്നെയാണ് വരുന്നത്. ആ ട്രേഡിലുള്ള NCVT അപ്രൂവൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. പിന്നെ ഫിറ്ററാണ് വരുന്നത്. ഫിറ്റർ തിരുവനന്തപുരം 3 വേക്കൻസിയും ബാംഗ്ലൂർ 2 വേക്കൻസിയാണുള്ളത്. ഫിറ്ററും സെയിം തന്നെയാണ്. SSLC ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ITIയിൽ NCVT അപ്രൂവലോടുകൂടിയുള്ള ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ്. പിന്നെ മെഷീനിസ്റ്റാണ് വരുന്നത്. മെഷീനിസ്റ്റ് ബാംഗ്ലൂർ 1 വേക്കൻസിയാണുള്ളത്. SSLC അതേപോലെ തന്നെ പ്ലസ് ITI ഓർ NTC NCVT അപ്രൂവലോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപേക്ഷിക്കുക. പിന്നെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്. വേക്കൻസി 5 വേക്കൻസിയാണുള്ളത്. തിരുവനന്തപുരത്ത് തന്നെയാണ്. 5-ൽ 2 എണ്ണം എക്സ് സർവീസ് മാൻ റിസർവേഷന് വേണ്ടിയിട്ടുള്ളതാണ്, 2 എണ്ണം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ SSLC ആണ്. 5 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിൽ 3 വർഷം ഹെവി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവേണ്ടത്. ബാക്കി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ വേക്കൻസി ആണുള്ളത്. അതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ SSLC ആണ്. 3 വർഷത്തെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ലൈസൻസും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളൊരു വേക്കൻസി കുക്കാണ്. കുക്കിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC തന്നെയാണ്. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഒരു കുക്കായിട്ടുള്ള ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് വേക്കൻസിയും കാര്യങ്ങളും. ഇതിൻ്റെ അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ഈ പോസ്റ്റുകളിലോട്ട് അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക.